സുഖമുണ്ട്. അല്ല, വേദനയുണ്ട്, നല്ല വേദനയുണ്ട്. കുട്ടിയുടെ പേരെന്താണെന്ന് പറഞ്ഞ്? കാത്തു. നല്ല പേര്. അല്ല, ബംഗ്ലാവിൽ ആരെ കാണാനാ വന്നേ? അയ്യോ, അവിടെ ആരെയും കാണാനൊന്നുമല്ല. ഒരാളെ കാണാനില്ല, അയാളെ തപ്പി ഇറങ്ങിയതാ. എന്ത് ചെയ്യാം, എൻ്റെ ആവശ്യമായി പോയില്ലേ. സൂക്ഷിക്കണം. എന്ത്? പേടിക്കാനൊന്നുമില്ല, പക്ഷേ താൻ സസ്പെൻസില്ലാതെ കാര്യം പറയടും. ആ ബംഗ്ലാവിനെ കുറിച്ച് കേൾക്കുന്ന അത്ര സുഖമുള്ള കഥകളൊന്നല്ല കേട്ടോ. എന്ത് കഥ? അവിടെ ചില രാത്രികളിൽ പെൺകുട്ടികളുടെ കരച്ചിൽ കേൾക്കാറുണ്ടെന്നോ മറ്റോ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അതൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണോ? ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കാടിന് നടക്കും ഒരു ബംഗ്ലാവ്, യക്ഷി, പ്രേതം, ഭൂതം. അതിലൊന്നും ഒരു കാര്യമില്ല, വെറുതെയാണ്. നിങ്ങൾ സിനിമക്കാരനാണോ? ആയിട്ടില്ല, പക്ഷെ ആവും. കാത്തു വീട്ടിൽ ഒറ്റയ്ക്കാണോ? അതെ, കുഞ്ഞിലെ തന്നെ അമ്മ മരിച്ചു. പിന്നെ ഉണ്ടായിരുന്നത് അപ്പനായിരുന്നു. കുറച്ചു കാലം മുമ്പ് അപ്പനും പോയി. ഓ, സോറി. കാത്തു, ഈ വലിയ ബുക്കൊക്കെ എവിടെ? നിനക്ക് വായിക്കാനൊക്കെ അറിയോ? കുറച്ചൊക്കെ, പക്ഷെ ഇതൊന്നും ഞങ്ങളുടേതല്ല. പിന്നെ പണ്ടൊരു ദിവസം ഈ കാട്ടിലേക്ക് എൻ്റെ അപ്പനെ തേടി ഒരാൾ വന്നിരുന്നു, ഡേവിഡ്. നാൽപ്പതോളം മാറാരോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ കൂട്ടുകളാണ് ഈ പുസ്തകത്തിൽ. അറിഞ്ഞിടത്തോളം ഈ മരുന്നൊക്കെ ഈ കാട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതിനെനിക്ക് ചൊക്കന് സഹായം വേണം. അവനെന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. സാറ് കാണിച്ചെന്ന മരുന്നുകളുടെ കൂട്ടൊക്കെ ഈ കാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒപ്പിച്ചെടുക്കാൻ കുറച്ച് ദിവസങ്ങളെടുക്കും. കൂട്ടുകളും പറിച്ച് മരുന്നുണ്ടാക്കിയിട്ട് ഞാൻ ഈ കാടിറങ്ങുന്നുള്ളൂ. ചൊക്കൻ പറയുന്ന അത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ ചെയ്തുതരാം സാറേ.